മലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്തിൽ UDF പ്രവർത്തകർ സെക്രട്ടറിയുടെ ക്യാബിനിൽ കയറി ആക്രമണം നടത്തിയതായി പരാതി. പ്രസിഡന്റ് TP ഷഹാൻസിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണമെന്നാണ് പരാതി. UDF മുന്നോട്ട് വച്ച രീതിയിൽ വാർഡ് വിഭജനം നടത്താത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ആക്രമണ സമരം. തൃശൂരിൽ ബജറ്റിൽ തുക അനുവദിച്ച പുത്തൂർ ബസ് സ്റ്റാൻഡ് സമുച്ചയത്തിന്റെയും നടത്തറ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെയും നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി K. രാജൻ. രണ്ട് നിർമ്മാണങ്ങളുടെയും രൂപകൽപ്പന നിർവഹിക്കുന്നതിനായി നിർദ്ദിഷ്ട സ്ഥലങ്ങൾ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ഭിന്നശേഷി ദിനാചരണം ഡിസംബർ 3 തൃശൂരിൽ നടക്കും. തൃശൂർ കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ നടന്ന ഭിന്നശേഷി ദിനാചരണത്തിന്റെ ആലോചനാ യോഗവും സംഘാടക സമിതി രൂപീകരണവും മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണലിപ്പുഴ പുനരുദ്ധാരണത്തിന് തുടക്കമായി. സംസ്ഥാന റവന്യൂ വകുപ്പിന് കീഴിലെ റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നും 85 ലക്ഷം രൂപ അനുവദിച്ചാണ് പദ്ധതി നടത്തുന്നത്. പദ്ധതി റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണലൂർ ഗ്രാമപഞ്ചായത്ത് സൗഹൃദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഫുട്ബോൾ ടീം അംഗങ്ങൾക്ക് ജേഴ്സി വിതരണം ചെയ്തു. പരിപാടി വാർഡ് മെമ്പർ ടോണി അത്താണിക്കൽ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനി MES കോളേജിലെ ദ്വിദിന ദേശീയ സെമിനാർ മിയാസെസ് 2024 സമാപിച്ചു. അമേരിക്കൻ സൊസൈറ്റി ഫോർ മൈക്രോബയോളജിയുടെ സഹകരണത്തോടെ മൈക്രോബയോളജി വിഭാഗം സംഘടിപ്പിച്ച സെമിനാർ ഡോക്ടർ A. മുഹമ്മദ് ഹാത്ത ഉദ്ഘാടനം ചെയ്തു. എറണാകുളം കേരള മീഡിയ അക്കാദമിയിൽ VP രാമചന്ദ്രൻ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം. മാധ്യമപ്രവർത്തകൻ ശശികുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാസ്തവത്തിനും വാർത്തകൾക്കുമപ്പുറം സ്വന്തം നിലപാടുകൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നതാണ് മാധ്യമ പ്രവണതയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൊല്ലം ശൂരനാട് ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിന് തുടക്കമായി. സംസ്ഥാന സർക്കാരും യുവജനക്ഷേമ ബോർഡും സംയുക്തമായാണ് പരിപാടി നടത്തുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം P. ശ്യാമള MR ഉദ്ഘാടനം ചെയ്തു. എറണാകുളം മാലിങ്കര ദേവാലയത്തിൽ ഐക്യദാർഢ്യ ജ്വാല തെളിയിച്ചു. വഖഫ് നിയമങ്ങളുടെ പേരിൽ നീതി നിഷേധിക്കപ്പെടുന്ന മുനമ്പം ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഐക്യദാർഢ്യ ജ്വാല തെളിയിച്ചത്. ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ KMC ക്ലിനിക് ആരംഭിച്ചു. തിരുവൻവണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PV സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന അമരം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മുഹമ്മയിൽ നടന്നു. മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആന്റിബയോട്ടിക് സാക്ഷരത പൊതുസമൂഹത്തിന് അനിവാര്യമെന്ന് അദ്ദേഹം പറഞ്ഞു.